ഇറാനിൽ നടക്കുന്ന പ്രശ്നം, അവിടെ ഉയർന്നിരിക്കുന്ന ഈ പ്രതിഷേധങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ തുടർന്ന് ചില വീഡിയോസിലൂടെ കണ്ടതാണ്. എന്നാൽ അടുത്തിടെ വന്നിരിക്കുന്ന ഒരു വാർത്ത അതെന്തെന്നറിയണ്ടേ? ഇറാനിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ചു. ഇറാനിൽ അങ്ങനെ പ്രതിഷേധമേ നടന്നിട്ടില്ല. അവിടെ IRGC കമാൻഡോസൊക്കെ ഒരു വലിയ റാലി നടത്തി. ഇറാന്റെ സർക്കാരിന് സപ്പോർട്ടായിട്ടുള്ള പല ലക്ഷം വ്യക്തികൾ ഒരുപാടിടങ്ങളിൽ റാലി നടത്തി എന്ന രീതി വാർത്തകൾ ഒരുപാട് വന്നിരുന്നു. പലരും അത് കണ്ടിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ശരിയായ വാർത്തകളല്ല പുറത്തു വരുന്നത്. റാലി നടന്നു എന്നുള്ള സത്യമാണ്. IRGC കമാൻഡോസ്, സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, സർക്കാർ സേന എല്ലാവരും അവിടെ ഒരു വലിയ റാലി നടത്തി എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇവിടെ മറക്കപ്പെടുന്ന ഒരു സത്യം, എത്രത്തോളം സർക്കാരിന് സപ്പോർട്ടായി ഒരു കൂട്ടം ഉണ്ടോ അത്രത്തോളം തന്നെ സർക്കാരിന് എതിരെയുള്ള ഒരു കൂട്ടവും അവിടെ ഉയർന്നിട്ടുണ്ട്. ഏകദേശം 600-ലധികം വ്യക്തികൾ ഈ കഴിഞ്ഞ 10 ദിവസത്തിൽ മാത്രം മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട സത്യങ്ങൾ നമ്മൾ അറിയാൻ പോവുകയാണ്. ഒരുപാട് പേർക്ക് ഇതൊരു പക്ഷേ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ഇറാനിൽ ഹേറ്റ് പടർത്തുകയാണ്, അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല എന്നൊക്കെ പലരും പറയാം. നിങ്ങൾ ഈ പറയുന്ന വാർത്താമാധ്യമങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുന്ന വാർത്താമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഏത് നോക്കിയാലും ഇത് തന്നെയാണ് ശരി. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ഇറാനിൽ ഏകദേശം 400-ലധികം സ്ഥലങ്ങളിൽ പ്രശ്നം നടന്നതായി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ആ കൗണ്ട് അധികമായിട്ടുണ്ട്. 514 ഇടങ്ങളിൽ ഇന്നലെ രാത്രി പ്രതിഷേധം നടന്നിട്ടുണ്ട്. ഇതൊന്നും പുറത്തു വരുന്നേയില്ല. കാരണം ഇറാന്റെ 90% പ്രദേശങ്ങളിലും ഇപ്പോൾ ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. സ്റ്റാർലിങ്കിലേക്ക് ആരെങ്കിലും ആക്സസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ആരെങ്കിലും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികൾ പോലും ഇപ്പോൾ എടുക്കുന്നുണ്ട്. അതിനാൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളായി പറയാം. ജനുവരി മാസം 12-ാം തീയതി 500-ലധികം ഇറാനിലെ ഈ പ്രതിഷേധം കാരണം കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല വീണ്ടും 500 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഇത് കാരണം ഈ മരണനിരക്ക് വീണ്ടും വർദ്ധിക്കാമെന്നൊരു ഭയം ഉണ്ടായിരുന്നു. ആ കൗണ്ട് അങ്ങനെ വർദ്ധിക്കുകയും ചെയ്തു. ഇന്നലെ രാവിലെ വന്ന ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 611ഓളം പേർ ഇതിൽ മരിച്ചിരിക്കാം. എന്നാൽ ഈ എണ്ണം വീണ്ടും വർദ്ധിക്കുമെന്നും പറഞ്ഞു. 700 വരെ ആകാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രത്തോളം കൂടുതൽ മരണം അവിടെ ഉണ്ടാകാൻ കാരണം വയലൻസ് പ്രൊട്ടസ്റ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ 600 പേർ മരിച്ചുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 600 പേരും പ്രതിഷേധക്കാരെയല്ല. ഇതിൽ 454 പേർ മാത്രമാണ് പ്രതിഷേധക്കാർ. 113-ലധികം പേർ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ സേന, സെക്യൂരിറ്റി, സൈനിക ഉദ്യോഗസ്ഥർ ഇവരൊക്കെയാണ്. കാരണം ഇറാൻ സൈന്യത്തെയും അകത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. യാതൊരു ബന്ധവും ഇല്ലാത്തവർ, അതായത് ഈ പ്രതിഷേധത്തെ വെറുതെ കാഴ്ചക്കാരായി നോക്കി നിന്നവർ പോലും മരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചേർത്ത് നോക്കിയാൽ 611 പേർ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നം എവിടെ ആരംഭിക്കുന്നുവെന്ന് ചോദിച്ചാൽ, ഒരു വിഭാഗം ഇറാനിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് പറയുന്നു. മറ്റൊരു വിഭാഗം അവർ പുറത്തുവിടുന്ന വാർത്തകളൊക്കെ പറയുന്നത് ഇറാനിൽ ഇപ്പോഴും പ്രതിഷേധം നടക്കുന്നുവെന്നും. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം അവർ പറയുന്നത് അമേരിക്ക പ്രോപ്പറായി ടൈം അനലൈസ് ചെയ്യുകയാണ്. ട്രംപ് എപ്പോൾ വേണമെങ്കിലും ഇറാനെ ആക്രമിക്കും, അതിന് അമേരിക്കയ്ക്ക് സപ്പോർട്ടായി ഇസ്രായേലും തയ്യാറായി എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇത് മൂന്നിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ മൂന്നും തന്നെ ഇപ്പോൾ ഇറാനുള്ളിൽ സംഭവിക്കുന്നുണ്ട്. ആദ്യം ഇറാനിൽ പ്രതിഷേധം അവസാനിച്ചുവെന്ന വാർത്തയെക്കുറിച്ച് അറിയാം. ഇതൊരു പാർഷ്യൽ വാർത്തയാണ്, അതായത് ഒരു ഭാഗത്തെ വാർത്ത മാത്രമാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇറാനിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത, ഇറാൻ സ്പെക്ടേഴ്സ്, ഇറാൻ മെയ്ഡ്, ഇറാൻ ഡെയിലി, ഇറാൻ ഒബ്സർവർ, ഇങ്ങനെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളിൽ നിന്നും പുറത്തു വന്ന വാർത്തകൾ. IRGCക്ക് പ്രത്യേകമായി ടെലഗ്രാം ഹാൻഡിൽസും ട്വിറ്റർ ഹാൻഡിൽസും ഉണ്ട്. ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം, IRGC കമാൻഡോസ്, ഇറാനിലുള്ള ലക്ഷക്കണക്കിന് വ്യക്തികൾ എല്ലാവരും ചേർന്ന് ഇറാനിൽ അടുത്തിടെ വലിയൊരു റാലി നടത്തിയിരുന്നു. ഇവർ പറയുന്നത് അമേരിക്ക ഇറാനുള്ളിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഇറാൻ ഒരിക്കലും സമ്മതിക്കില്ല. തീർച്ചയായും ഇറാൻ ഈ പ്രതിഷേധങ്ങളെ കടന്നു വരും. ഇപ്പോൾ ഞങ്ങൾ നടത്തുന്ന ഈ ഒരു റാലി അവസാനിക്കാൻ പോകുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഒരു തുടക്കമാണ്. അതായത് ഞങ്ങൾ ഈ റാലി തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത് അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും അവസാനിപ്പിക്കും. വീണ്ടും ഇറാനിയൻസിനെ എല്ലാം ഒരുമിച്ച് കൂട്ടും. ഇങ്ങനെ വാർത്തകൾ പുറത്തുവിട്ടു. ഈ വാർത്ത ഒരു കൂട്ടം ജനങ്ങൾ എങ്ങനെ എടുത്തു എന്നറിയണ്ടേ? നോക്കൂ, അവിടെ പ്രശ്നമേ സംഭവിച്ചിട്ടില്ല, അവിടെ പ്രശ്നം അവസാനിച്ചിട്ടുണ്ട്. അതാണ് ഈ റാലിയിലൂടെ കാണുന്നത് എന്ന് പ്രൊപ്പഗണ്ട വാർത്തയാണ് പുറത്തു വന്നത്. കാരണം ഇത് കൂടുതലായും ഈ സ്പ്രെഡ് ചെയ്യുന്നത് സർക്കാരിന് സപ്പോർട്ടായിട്ടുള്ള മാധ്യമങ്ങളാണ്. ഇറാനിൽ നിന്നും ലിമിറ്റഡ് വാർത്തകൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. കാരണം പൂർണ്ണമായും അവിടെ ഇന്റർനെറ്റ് ഇല്ല. അപ്പോൾ ഇത് ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ ആരും പുറത്ത് സംസാരിക്കുന്നില്ല. അവിടെയായി ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, അതിനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായി വന്ന ഒരു വാർത്ത ഏതെന്ന് ചോദിച്ചാൽ 514 ഇന്നലെ ആക്രമണം സംഭവിച്ചിട്ടുണ്ട്. ഈ 514 സ്ഥലങ്ങളിലും പ്രതിഷേധം നടന്നു എന്നുള്ളത് വലിയ കാര്യമല്ല. ISW ഒക്കെ ഇതിനെ അനലൈസ് ചെയ്ത് വലിയ കാര്യമായി സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കുക.
ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ള ആ ഒരു ഇടങ്ങൾ 1000-2000-ഓളം പേർ ഒരു സ്ഥലത്ത് കൂടി നിന്ന് പ്രതിഷേധത്തെ കലാപമാക്കി മാറ്റിയ സ്ഥലങ്ങളാണ്. ഇതൊഴികെ ഇറാനിൽ വീണ്ടും ഒരുപാടിടങ്ങളിൽ രാത്രി സമയങ്ങളിലും പ്രതിഷേധം നടക്കുകയാണ്. സാധാരണ എപ്പോഴും പ്രതിഷേധമൊക്കെ ആരംഭിക്കുമ്പോൾ അവിടെയുള്ള ഇലക്ട്രിസിറ്റി ഒക്കെ കട്ട് ചെയ്യും. തൊട്ടടുത്ത് എന്താണ് ഉള്ളത് എന്ന് കാണാൻ പോലും കഴിയില്ല. അത്രത്തോളം അവിടെ പൂർണ്ണമായ ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടാകും. എന്നാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രീവിയസ് ആയി തന്നെ അവിടെ ജനറേറ്റർ കൊണ്ടുപോയി വയ്ക്കുക, ഇവർക്ക് ആവശ്യമായ ബാക്കപ്പ് സപ്പോർട്ട്, പവർ സപ്ലൈസ് കൊണ്ടുപോവുക, ഇങ്ങനെ പ്രതിഷേധം എല്ലാം വളരെ വെൽ പ്രിപ്പയർഡായി തന്നെ നടക്കുന്നുണ്ട്. ഇവിടെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഇറാനെതിരെ പ്രതിഷേധം നടത്തുന്ന ഒരുപാട് വ്യക്തികൾ പറയുന്ന ഒരേ ഒരു കാര്യം, ഞങ്ങൾക്ക് ഇറാനിൽ ഭരണമാറ്റം വേണം എന്നാണ്. അങ്ങനെ ഭരണമാറ്റം വേണം എന്ന് പ്രതിഷേധിക്കുന്ന വ്യക്തികൾ, വിദ്യാർത്ഥികൾ എല്ലാം പ്രീ പ്ലാൻഡായി തന്നെ എല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അവർക്ക് ബാക്കപ്പിന് എന്താണോ ആവശ്യം, അകത്ത് പ്രതിഷേധം നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെല്ലാമാണോ ആവശ്യം, അതെല്ലാം കൊണ്ടുവന്ന് ഇതിന് ഓർഗനൈസ്ഡായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇറാനുള്ളിൽ മാത്രം നടക്കുന്ന പ്രശ്നം അല്ല, ഇതിന് പുറത്തുനിന്ന് വ്യക്തമായ ഇൻപുട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മറ്റ് രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് തീർച്ചയായും ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ട്രംപ് വ്യക്തമായി തന്നെ പറഞ്ഞു, ഇറാനിൽ മിലിറ്ററി ആക്ഷൻസ് എടുക്കാനുള്ള ഒരു ആവശ്യം വരികയാണെങ്കിൽ അതെടുക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ്. ഇത് ഇന്നലെ പുറത്തു വന്ന വാർത്തയാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നോക്കിയാൽ മനസ്സിലാകും. എപ്പോൾ വേണമെങ്കിലും ഇറാനെതിരെ, അവിടെയുള്ള പ്രതിഷേധക്കാർക്കെതിരെ ഇറാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇറാനെതിരെ ഞങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ലോങ് റേഞ്ച് ഏവിയേഷൻസ് ഉപയോഗിക്കണോ, എയർഫോഴ്സ് ഉപയോഗിക്കണോ, ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നു എന്നുള്ളത് പോലും കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇവരുടെ ബോംബേഴ്സിന് അയച്ച് ഇറാനുള്ളിൽ ഒരു സ്ട്രൈക്ക് നടത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ എല്ലാവർക്കും ഒരു ചോദ്യം വരാം, അങ്ങനെയാണെങ്കിൽ യുറേനിയം എൻറിച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നഫ്താൻ ഫെസിലിറ്റിയിലും മറ്റിടങ്ങളിലുമൊക്കെ ആക്രമിച്ചല്ലോ, ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നതിനും ഇവരുടെ ഈ വ്യോമസേന ചെന്ന് ആക്രമിക്കുന്നതിനും എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ, ഇതിനെ കാരണമായി കാണിച്ച് വീണ്ടും ഒരു തവണ കൂടെ ന്യൂക്ലിയർ സൈറ്റ്സിനെ ആക്രമിക്കും. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനെ തന്നെ കാരണമായി കാണിച്ച് ഇറാന്റെ ചില പ്രധാനപ്പെട്ട യുറേനിയം റിഫൈൻ ചെയ്യുന്ന സ്ഥലങ്ങളെ, ഈ സെൻട്രിഫ്യൂജ് സിസ്റ്റംസ് ഒക്കെ എവിടെയെല്ലാമാണോ കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെല്ലാം ആക്രമിക്കും. അപ്പോൾ ഇത് വ്യക്തമായി അമേരിക്കയ്ക്ക് ഒരു വലിയ വിജയമായി തന്നെ മാറും. ഇസ്രായേലും ഇതൊരു വിജയമായി മാറും. ഒരു പക്ഷേ ഇത്രയും സമയം ഞാനീ പറയുന്ന നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല, പ്രതിഷേധമൊന്നും നടക്കുന്നില്ല, ഇറാനിൽ സമാധാനം വന്നു, ട്രംപ് ഇറാനെ ആക്രമിക്കാൻ തയ്യാറാകില്ല എന്നൊക്കെ പറയുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വാർത്ത കൂടെ നിങ്ങൾ നോക്കുക. ഇസ്രായേൽ ഓൺ ഹൈ അലർട്ട്. എപ്പോൾ വേണമെങ്കിലും അമേരിക്ക ഇറാനെതിരെ ഒരു ആക്രമണം നടത്താം. ആ ഒരു സമയത്ത് ഇസ്രായേൽ എന്ത് ചെയ്യണം, ആ സമയത്ത് ഇസ്രായേൽ എങ്ങനെയെല്ലാം പ്രവർത്തിക്കണം എന്ന ഒരു പ്രോട്ടോകോൾ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും സാധാരണയായി നടക്കുന്ന കാര്യമേ അല്ല, യാദൃശ്ചികമായി നടക്കുന്ന കാര്യവും അല്ല. ഇസ്രായേൽ എത്രത്തോളം പ്രോപ്പറായി ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ഒക്കെ ഇത്ര സീരിയസ് ആയി ഫോളോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇറാനെ ചുറ്റി എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇറാനുള്ളിൽ എന്തോ സംഭവിക്കാൻ പോവുകയാണ്. പാകിസ്ഥാൻ എയർ ബേസസിനെ തന്നെ അമേരിക്ക ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മാസം മുൻപാണ് ഇറാനിൽ വെച്ച് ഒരു MQ-9 വെടിവെച്ച് വീഴ്ത്തിയത്. ആ MQ-9 റീപ്പർ ഡ്രോൺ പാകിസ്ഥാനിൽ നിന്നും ഓപ്പറേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ ഡ്രോണെ അല്ല അത്. അങ്ങനെ ഉള്ളപ്പോൾ ഇവിടെ ഇറാനെ ചുറ്റി എന്ത് വേണമെങ്കിലും ചെയ്യാൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ സാധിക്കും. അമേരിക്കയുടെ ബോംബേഴ്സിനെ പാകിസ്ഥാനിൽ വെച്ച് റീഫ്യൂൽ ചെയ്തുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്താൻ അമേരിക്കയെ കൊണ്ട് കഴിയും. അപ്പോൾ ഈ പുറത്തു വരുന്ന വാർത്തകൾ ഇറാന്റെ ഒരു വശത്തെ മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നാൽ പിന്നിൽ ഇത്ര വലിയ പ്രതിഷേധങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്, ഇത്ര വലിയ കാഷ്വാലിറ്റീസ് കൗണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല. കാരണം അവിടെ നിന്ന് ഇൻപുട്ടുകളൊന്നും ലഭിക്കുന്നില്ല. ചില വാർത്തകൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ, അതിനുള്ള തെളിവുകളുമുണ്ട്. ഒറ്റ ലൈനിൽ പറയാം, ഇറാനിൽ പ്രശ്നം നടക്കുന്നുണ്ട്. ഭരണമാറ്റം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രശ്നം പതിയെ പതിയെ വളരുന്നുണ്ട്. ഇത് പൂർണ്ണമായും ഇറാനുള്ളിൽ നിന്നും രൂപം കൊള്ളുന്ന ഒരു പ്രശ്നം അല്ല, പുറത്തുനിന്ന്. തീർച്ചയായും ഇതിന് പിന്നിൽ അമേരിക്കയുടെ ചാരസംഘടന, ഇസ്രായേലിലെ ചാരസംഘടനയുണ്ട്. പക്ഷേ ഇതൊന്നും ഇറാൻ പുറത്ത് കാണിക്കാതെ ഒരുപാട് ദിവസം ഒന്നും മാനേജ് ചെയ്യാൻ കഴിയില്ല. ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണെങ്കിൽ ശരി, പക്ഷെ ഒരു ഘട്ടത്തിന് ശേഷം സൈന്യത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പ്രശ്നം വഷളാകും. കാരണം ചില വാർത്തകളിൽ ഈ ഷാഹിദ് ഡ്രോൺസ് ഒക്കെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് വെരിഫൈ ചെയ്തിട്ടില്ല, വെറും പ്രൊപ്പഗണ്ട ന്യൂസ് മാത്രമാണ്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു വാർത്ത വന്നിരുന്നു, ഈ പ്രതിഷേധക്കാർക്കെതിരെ എയർക്രാഫ്റ്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ പോകുന്നു. റഷ്യ എങ്ങനെയാണോ ഉക്രൈനുള്ളിൽ ജെറേനിയൻ ഡ്രോൺസ് ഉപയോഗിച്ചത്, അതിൻ്റെ ഒരു വേരിയന്റ് ആയിട്ടുള്ള ഷാഹിദ് ഡ്രോൺസ് ഈ പ്രതിഷേധക്കാർക്കെതിരെ ഉപയോഗിക്കാൻ പോകുന്നു എന്ന്. എന്നാൽ ഇങ്ങനെ സ്ട്രൈക്ക് നടത്തുന്നതിന്റെ വലിയ ഫുട്ടേജ് ഒന്നും കിട്ടിയിട്ടില്ല. വെടിവയ്പ് നടന്നിട്ടുണ്ട്, പക്ഷേ ഡ്രോൺ ഉപയോഗിച്ച് സൈന്യത്തെ ഇവർക്കെതിരെ തിരിച്ചുവിട്ട വാർത്തകളൊന്നും വന്നിട്ടില്ല. സൈന്യം അവിടെ ഡെപ്ലോയ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആക്രമണങ്ങൾ ഇപ്പോഴും തുടങ്ങിയില്ല എന്നുള്ളതാണ് അടുത്തിടെ വന്നൊരു വാർത്ത. അപ്പോൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾ റോയിട്ടേഴ്സ് എടുത്ത് നോക്കാം, ഇറാന് ഫേവറായി സംസാരിക്കുന്ന ഒരു മാധ്യമമാണ്, അവർ സംസാരിക്കുന്നുണ്ട്. അൽ ജസീറ നിങ്ങൾക്ക് നോക്കാം, ഇറാന്റെ സ്പെക്ടേറ്റേഴ്സ്, ഇറാൻ മെയിൽ,
ഇറാൻ ഡെയിലി, ഇങ്ങനെ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. ഈ എല്ലാ മാധ്യമങ്ങളിലും ഇന്ന് ഇക്കാര്യം ചിലയിടങ്ങളിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ റാലി നടന്നു എന്നുള്ളത് ശരിയാണ്, എന്നാൽ അതിന് പിന്നിലുള്ള വാർത്തകൾ ആരും വലുതായി കണ്ടിട്ടേ ഇല്ല. നിങ്ങൾ ആദ്യം അത് നോക്കുക, അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇറാൻ ഏകദേശം ഇപ്പോഴുള്ളത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിലാണ്. അവർ ഈ പ്രൊട്ടസ്റ്റിനെ കൺട്രോൾ ചെയ്യാതെ വിടുകയാണെങ്കിൽ തീർച്ചയായും അവിടെയുള്ള ഭരണത്തെ അവരെ കൊണ്ട് സംരക്ഷിക്കാൻ കഴിയില്ല. ഒരു ചെറിയ ഗ്യാപ്പ് ലഭിച്ചാൽ പോലും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അതിനെ എങ്ങനെ യൂസ് ചെയ്യുമെന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. പക്ഷെ ഇപ്പോൾ ഇത്രത്തോളം വലിയൊരു ഓപ്പണിംഗ് തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവർ യൂട്ടിലൈസ് ചെയ്യാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. വീണ്ടും അവർക്ക് ഫേവറായിട്ടുള്ള ഭരണം ഇറാനിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ എടുക്കും. ഇതാണ് സത്യം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.